നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് എം കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാണെന്ന് കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസ് ചെമ്പേരി പറഞ്ഞു. കേരള കോൺഗ്രസ് എം സീനിയർ നേതാവായ ജോസ് ചെമ്പേരിയെ രാഷ്ട്രീയ കാര്യസമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യസമിതിയിലേക്ക് ജോസ് കെ മാണി നോമിനേറ്റ് ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ചെമ്പേരി പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമുള്ള ഈ സമിതിയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ മികവ് പ്രകടിപ്പിക്കും. കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അരനൂറ്റാണ്ടിലേറെ നടത്തിയ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് ഇതിനെ കാണുന്നതെന്നും ജോസ് ചെമ്പേരി പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മില് അതിന്റെ ബഹുമാനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എനിക്ക് ഒരു പുതിയ പദവി നൽകി. രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്നെ അംഗമാക്കി. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കപ്പെടേണ്ട ഒരു ഉയർന്ന സമിതിയാണ്. ആ സമിതിയിലേക്ക് എന്നെ ശ്രീ ജോസ് കെ മാണി നോമിനേറ്റ് ചെയ്തതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. കഴിഞ്ഞ കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലം ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നൽകിയ ഒരു വലിയ അംഗീകാരമായി ഞാൻ ഈ പദവിയെ കാണുന്നു. രണ്ടാം പിണറായി സർക്കാർ 99 സീറ്റ് നേടി അധികാരത്തിൽ വന്നതിൽ പാർട്ടിയുടെ പങ്ക് ചെറുതല്ല. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ പറയാം. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി മാണി സർക്കാർ വളർത്തിയ ഈ പാർട്ടിയെ അതുപോലെ തന്നെ നയിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നു എന്നതിൽ ഏറെ അഭിമാനമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് എം സീനിയർ നേതാവായ ജോസ് ചെമ്പേരിയെ ഓഫീസ് ചാർജുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജാണ് നോമിനേറ്റ് ചെയ്തത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ താൽപര്യത്തിലാണ് നയരൂപീകരണ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയത്. 1970 കേരള കോൺഗ്രസിൽ ഏരുവേശി മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച ജോസ് ചെമ്പേരി ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, IFDP സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഔദ്യോഗിക വക്താവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1980 കണ്ണൂർ ജില്ലാ വികസന സമിതി അംഗമായിരുന്നു. കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടർ, കേരള കർഷക ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.